ഗൈസ്, ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ വള കണ്ട, ഇതാണ് എൻ്റെ വള, പച്ചവള, പിന്നെ കമ്മൽ, ജിമിക്കി കമ്മൽ, പിന്നെ ഒരു കുഞ്ഞിമാല. എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സും നമ്മുടെ ചുരിദാർ, സാരി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഡ്രസ്സിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എനിക്കിവിടെ ഏറ്റവും മിസ് ചെയ്യുന്നൊരു സംഗതി. എനിക്ക് മോഡേൺ ഡ്രസ്സൊന്നും അങ്ങനെ ചേരില്ല. എനിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു നാടൻ ഡ്രസ്സൊക്കെയാണ് ചേരത്തുള്ളൂ. കൊള്ളാമോ? ഇനി ഒന്നും തിരിഞ്ഞേ കാണിച്ചേ, ഇനി എൻ്റെ ഡ്രസ്സ് കാണിച്ചേ. പട്ടുപാവാട, ടോപ്പ്, മാല കാണിച്ചേ. കമ്മല് കാണിച്ചേ. ഇന്നൂന് ഇങ്ങനത്തെ ഡ്രസ്സാണോ അതോ നമ്മളുടെ മോഡേൺ ഡ്രസ്സാണോ ഇഷ്ടം? പക്ഷെ ഇതാണ് ഭംഗി കൂടുതൽ. എനിക്ക് ഭംഗി തോന്നുന്നത് ഇതാണെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ആണോ? പക്ഷെ മറ്റേതാണ് കുറച്ചും കൂടെ ഫാഷനബിൾ. പക്ഷെ എനിക്ക് ഇന്നൂന് ഇങ്ങനത്തെ ഡ്രസ്സിൽ കാണാനാണ് ഇഷ്ടം. ഹലോ, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ ഡ്രസ്സ് ഇടുമ്പോഴാണ്. സാരി, ചുരിദാർ അല്ലെങ്കിൽ കുർത്ത ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാലാണ് എനിക്കൊരു ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ വരുള്ളൂ. അതേപോലെ തന്നെ ഇവളിങ്ങനെ പട്ടുപാവാടയൊക്കെ ഇടിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്. ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ റോട്ടിലൂടെ നടന്നപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു അവസരത്തിൽ എനിക്ക് ചേട്ടൻ്റെ മമ്മി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? മമ്മി എപ്പോഴും ഇങ്ങനെ പറയും, നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും ആഘോഷിക്കുന്നത് പുറത്തുള്ളവരാണെന്നുള്ളതാണ്. അത് ആഘോഷിക്കുന്നുണ്ട്, കാരണം ഇത് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആഘോഷിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ നാട്ടിലുള്ളതിൻ്റെ അത്രയും വൈബൊന്നും ഒരിക്കലും നമ്മളുടെ ഇവിടെ കിട്ടത്തില്ല കേട്ടോ. ഈ ബാൻഡ് കണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് അംബാനിയുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ഇട്ടിട്ട് പോയില്ലേ, അതേപോലെ ആണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പോൾ. എന്തായാലും പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു, സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ മെയിനായിട്ടുള്ള സംഗതി എന്താ? സദ്യ. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് നെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളു സാമ്പാറും അവിയലും എല്ലാം. പരിപ്പും നെയ്യും ഞാൻ സദ്യയിൽ മാത്രമേ കഴിക്കാറുള്ളൂ, അല്ലാതെ അങ്ങനെ വീട്ടിലൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല. എന്തായാലും മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എൻ്റെ ഇത് കണ്ടില്ലേ, നല്ല ക്ലീനായിട്ടിരിക്കണേ. അപ്പോൾ മനസ്സിലായാലും എത്രമാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചാൽ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അടുത്ത പരിപാടികൾക്കായിട്ട്. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് നല്ല സൂപ്പർ സദ്യയായിരുന്നു. നല്ല പരിപ്പ് പായസവും പപ്പടവും പഴവും ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും കൊതിയുണ്ട്. ഉറക്കം വരുന്നുണ്ട്, അത് കാരണം വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വൈകുന്നേരം 6 മണി വരെ പരിപാടി ഉണ്ട്. അപ്പോൾ 6 മണി വരെ ഇരിക്കാൻ പറ്റുമോ അറിയില്ല. എന്നാലും മാക്സിമം ഇരുന്നിട്ട് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ നമ്മൾ പോയില്ല കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാനിരുന്നു. നാരങ്ങ സ്പൂണിൽ വെച്ചിട്ടുള്ള ഓട്ട മത്സരം ഉണ്ടായിരുന്നു, അതിന് ഇന്നൂന് ഫസ്റ്റ് കിട്ടി. പിന്നെ ഈ ചേട്ടന്മാരുടെ സാരി ഉടുപ്പിക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. ആന്റി സാരിയുടെ കളർ പറയും, സോ അയാളാണ് വിന്നർ. ബ്ലൂ സാരി ഫസ്റ്റ് പ്രൈസ്. ഒന്ന് കൈയടിക്ക് ശരിക്ക്, ഓഡിയൻസിന്റെ ആവേശം പോലെ. കം ഓൺ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഗതി നടന്നു കേട്ടോ, ലേലം വിളി. ഇവരുടെയൊക്കെ വീട്ടിൽ വലിയ ഗാർഡനൊക്കെ ഉണ്ട് അത്രേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവരിവിടെ വന്നിട്ട് അത് ലേലം വിളിച്ച് ഭയങ്കര പൈസയ്ക്കൊക്കെയാണ് പോയേക്കുന്നത്. ഒരു മത്തങ്ങയൊക്കെ 50 യൂറോയ്ക്കൊക്കെയാണ് പോയത്. 9 രൂപ അവിടെ ആരാ? 9 രൂപ തോണി, 9 രൂപ തോണി, 9 രൂപ. ആരുമില്ലേ ഇവിടെ? ആരൊക്കെയോ പറഞ്ഞല്ലോ 10 രൂപ. ആരാ പറഞ്ഞു? കബീറാണോ പറഞ്ഞത് 10 രൂപ? നമ്മുടെ നാവിൽ യൂറോയിൽ നിന്നും പെട്ടെന്ന് വരത്തില്ല, നമുക്ക് എപ്പോഴും രൂപ എന്ന് തന്നെയല്ലേ വരത്തുള്ളൂ. 5 രൂപ 10 രൂപ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി യൂറോയാണ്. 10 രൂപ 10 രൂപ ഒരു നേരം 2 10 12
11 റോണി 11. ഒരു പക്ഷേ ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ലാസ്റ്റത്തെ ഓണമായിരിക്കും ഇത്. അതിൻ്റെ കാരണമൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇതൊക്കെ ഒന്ന് ഞാൻ എൻജോയ് ചെയ്യട്ടെ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൻ്റെയും പാട്ടിടാൻ കഴിയുന്നില്ല. അതൊരു വലിയ കഷ്ടമായിപ്പോയി. എനിക്കിതിനകത്ത് ഈ ഫാഷൻ ഷോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മളുടെ കേരളത്തിൻ്റെ ട്രഡീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ഫാഷൻ ഷോ ആയിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അങ്ങനെ അധികം ദഹിക്കാൻ സാധ്യതയില്ല. കാരണം കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പിള്ളേരൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനായിരിക്കും ഈ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഏജിന് പറ്റിയൊരു ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. പിള്ളേരുടെ ഡാൻസും പാട്ടും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർ ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ ചെയ്യുന്നത്. കാരണം പലരും പല സ്ഥലത്തായിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അവർ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഒരുമിച്ച്, ഇതുപോലെ തന്നെ ഈ ചേട്ടന്മാരും എല്ലാം ഒരുമിച്ച് ഇതൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഗതിയൊന്നുമല്ല. എന്തായാലും ഈ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് കൺഗ്രാറ്റ്സ് ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം.